ആദ്യത്തെ അനുഭവം എന്ന് പറയുന്നത് പ്രേമത്തിൽ എന്നെ സെലക്ട് ചെയ്ത് തന്നെയാണ്. ആണോ? അടിപൊളി. ദർശനം ഇവിടെ ഇരുന്ന് പറയുമ്പോൾ എനിക്ക് കുറച്ച് കുശുമ്പ് തോന്നായിരുന്നു. ഇവിടുത്തെ വൈബൊക്കെ കണ്ടപ്പോ എന്റെ അമ്മ ഇത്ര വൈകായിരുന്നു വുമൻസ് കോളേജ് എനിക്ക് അറിയില്ലായിരുന്നു. ആലുവ പുഴയുടെ തീരത്ത് ആരോരുമില്ലാ നേരത്ത് തന്നരം തെന്നി തെന്നി തേടി വന്നൊരു മാർഗഴിക്കാറ്റ്. എപ്പോൾ കേൾക്കുമ്പോഴും എനിക്ക് കോളേജിൽ പോകാൻ തോന്നും. അപ്പോൾ യു ഗൈസ് ആർ ദ മോസ്റ്റ് ഇപ്പം ഏറ്റവും ബെസ്റ്റ് ടൈമിലാണ് കോളേജ്. ഞാൻ ഗേൾസ് കോളേജിലാണ് പഠിച്ചത്. ലേഡി ശ്രീറാം ഡൽഹിയിലായിരുന്നു. ആൻഡ് ഐ ഫീൽ ലൈക്ക് മൈ 3 years in LSR were the best years of my life. അപ്പോൾ എന്താ പറയുക, ഫ്രഷേഴ്സ് ഡേൻ്റെ അന്ന് എൻ്റെ അപ്പുറത്തും ഇപ്പുറത്തും ഇരുന്ന 2 ഫ്രണ്ട്സാണ് എൻ്റെ ഇപ്പോഴത്തെ like pillars of life. Appo this is an important time that you're all going through, and I'm really glad to see all of you here today. Parda എനിക്ക് ഭയങ്കര ഒരു ഇമ്പോർട്ടൻറ്റ് ഫിലിമാണ്. ഞാനൊരു അങ്ങനെ വലുതായിട്ട് പുറത്ത് വർക്ക് ചെയ്യാൻ നോക്കിയൊന്നും നടക്കുകയായിരുന്നില്ല. ഐ വാസ് വെരി ഹാപ്പി ഡൂയിങ് ഫിലിംസ് ഹിയർ. പക്ഷെ അപ്പോഴാണ് പ്രവീൺ ഈ കഥയായിട്ട് വന്നത്. അവിടെ അങ്ങനെ ഒരു ഇങ്ങനത്തെ പടങ്ങൾ ഉണ്ടാക്കുന്നില്ല. അപ്പൊ അങ്ങനത്തെ ഒരു സ്ഥലത്ത് ഇങ്ങനത്തെ ഒരു പടം ഉണ്ടാക്കുന്ന ഒരു ബഞ്ച് ഓഫ് പീപ്പിളിനെ മീറ്റ് ചെയ്ത് അവരുടെ കൂടെ ഈ പടം ഐ വാണ്ടഡ് ടു ജോയിൻ. അങ്ങനെ വന്നൊരു പടമാണ്. ആൻഡ് അവിടെ പോയിട്ട് ലൈക്ക് ഹി സെഡ് സോ മെനി ബോത്ത് ഓഫ് us, ആക്ച്വലി ഓൾ ഓഫ് us were നോൺ തെലുഗു സ്പീക്കേഴ്സ്. പക്ഷെ എൻ്റെ തെലുഗു ടീച്ചർ ഇവരെല്ലാവരും എന്നെ തെലുഗു പഠിപ്പിച്ച് ഞാൻ കുറച്ചധികം ബുദ്ധിമുട്ടി. ബട്ട് ഐ ഹാഡ് എ ഗ്രേറ്റ് ടൈം. ആൻഡ് നിങ്ങളൊക്കെ പടം പോയി കാണണം. ഐ തിങ്ക് യു വിൽ ഓൾ എൻജോയ് ഇറ്റ്. അത്രയൊക്കെ ഉള്ളൂ. താങ്ക് യു. ഹലോ, എല്ലാവർക്കും നമസ്കാരം. ഇത്രയും നാളെ ഞാൻ തെലുങ്കിൽ സംസാരിച്ച് അവിടെ എവിടെയും പോയി തെലുങ്ക് സംസാരിച്ച് ഫൈനലി മലയാളം സംസാരിക്കാൻ എനിക്ക് ഒരു ഓപ്പർച്യൂണിറ്റി കിട്ടിയതാ. താങ്ക് യു സോ മച്ച് ആൻഡ് സേവിയേഴ്സ് ഫോർ ഗിവിംഗ് മീ ദാറ്റ് ഓപ്പർച്യൂണിറ്റി. താങ്ക് യു സോ മച്ച് മാം. ഇവരെല്ലാവരും പറഞ്ഞ പോലെ പർദ ഒരു സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു ഫിലിമാണ്. അതുകൊണ്ട് തന്നെയാണ് ആ സിനിമ നമ്മൾ മലയാളത്തിലും ഇറക്കണം. നമ്മളത് ഡബ് ചെയ്യുമ്പോൾ ഇപ്പൊ ആക്ച്വലി നിങ്ങൾ ട്രെയിലർ കാണുമ്പോഴാണെങ്കിലും ശരി, ഒരു ഡബ് ഫിലിമിന്റെ ഫീലിംഗ് അല്ല. ബിക്കോസ് 2 മലയാളികളാണ് നിന്ന് അവിടെ തെലുങ്ക് പറയുന്നത്. സോ അപ്പോൾ ഇത് വളരെ സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു കണ്ടന്റ് ആണ്. ഇങ്ങനത്തെ സിനിമകൾ എൻ്റെ അറിവിൽ വല്ലപ്പോഴും മാത്രം വരുന്ന സിനിമകളാണിത്. സോ ഈ കഥ കേട്ട ഉടനെ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട് ഞാൻ ഇമ്മീഡിയറ്റ് ആയിട്ട് യെസ് പറഞ്ഞ സിനിമയാണ്. ട്രെയിലർ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. എൻ്റെ കഥാപാത്രത്തിൻ്റെ പേര് സുബ്ബു എന്നാണ്. ഞാൻ ഇത്ര കാലത്തെ എൻ്റെ കരിയറിൽ ചെയ്ത കഥാപാത്രങ്ങളിൽ എൻ്റെ ഏറ്റവും ഫേവറേറ്റ് കഥാപാത്രമാണ് സുബ്ബു. ആൻഡ് നാളെ സിനിമ തിയേറ്ററിൽ ഇറങ്ങുമ്പോൾ നിങ്ങൾക്കും ഇഷ്ടപ്പെടുന്നു ഞാൻ വിചാരിക്കുന്നു. ആൻഡ് ദർശന പറഞ്ഞ പോലെ ഞാൻ പഠിപ്പിച്ചതൊന്നുമല്ല കേട്ടോ. പാവൻ ദർശന വന്ന് പേജായിട്ടുള്ള ഡയലോഗ്സ് അവിടെ ഇരുന്ന് മക്കപ്പ് ചെയ്ത് ഇങ്ങനെ കഷ്ടപ്പെട്ട ഒരാളാണ്. ആൻഡ് ഐ ഫെൽറ്റ് സോ ഹാപ്പി ബിക്കോസ് ഇതിലെ ദർശനയുടെ ക്യാരക്ടർ ആണെങ്കിലും അല്ലെങ്കിൽ സംഗീത മാം എന്ന് പറയുന്ന നമ്മുടെ സമ്മരൻ ബത്ലഹേമിലെ രസിക മാം. അപ്പോൾ സംഗീത മാമിൻ്റെ ക്യാരക്ടറും ഭയങ്കര വലിയ സ്ട്രെങ്ത് ആണ് എൻ്റെ ക്യാരക്ടറിന്. അപ്പോൾ തുടക്കം മുതൽ അത് ആരാ ചെയ്യുന്നതിനുള്ളൊരു ക്യൂരിയോസിറ്റി എനിക്കുണ്ടായിരുന്നു. ദർശനയാണെന്ന് പറഞ്ഞ സമയത്ത് ഐ അണ്ടർസ്റ്റാൻഡ്, അതായത് ഇറ്റ് ഇസ് ഇൻ സേഫ് ഹാൻഡ്സ് എന്നുള്ളത്. ആൻഡ് സിൻസ് ദാറ്റ് ഡേ we've been working on this project and finally August 22nd ഇത് റിലീസ് ആവാണ്. പറഞ്ഞതുപോലെ ദുൽഖറിന്റെ വേഫെയർ ആണ് ഇത് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നത്. ആൻഡ് പ്രവീൺ പറഞ്ഞില്ലേ, പ്രവീൺ ഇങ്ങനെയൊന്നും അല്ല കേട്ടോ. ആക്ച്വലി പ്രവീൺ തെലുഗു രാഷ്ട്രത്തിൽ ചെന്ന് കഴിഞ്ഞാൽ അവിടെ ഭയങ്കര സംഭവമാണ്. പ്രവീണിന്റെ കുറേ സ്പീച്ചൊക്കെ ഭയങ്കര വൈറലാണ്, ഭയങ്കര ഇമോഷണൽ ആയിട്ടൊക്കെ സംസാരിക്കുന്ന ആളാണ്. ഇവിടെ നിങ്ങളുടെ അടുത്ത് കുറച്ച് ഹെസിറ്റേഷൻ ഉണ്ടെന്ന് മാത്രം. ആൻഡ് താങ്ക്സ് ടു പ്രവീൺ ഫോർ മേക്കിംഗ് എ ഫിലിം ലൈക്ക് ദിസ്. ഇങ്ങനത്തെ ഒരുപാട് സിനിമകൾ ഇനിയും ഇൻഡസ്ട്രിയിൽ വരണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നുണ്ട്. സോ അതിൻ്റെ ഒരു സ്റ്റാർട്ടിങ് ആകും ഈ ഫിലിം എന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. ആൻഡ് ദിസ് ഇസ് വിജയ് ഗാരു, ഇതിൻ്റെ പ്രൊഡ്യൂസറാണ്. അപ്പോൾ ഇങ്ങനത്തെ പ്രൊഡ്യൂസേഴ്സ് ഉണ്ടെങ്കിലാണ് നമുക്ക് ഈ സോ കോൾഡ് ഫീമെയിൽ സെൻട്രിക് എന്ന് പറയുന്നില്ലേ, പക്ഷേ ഇറ്റ്സ് ആക്ച്വലി എ കോൺസെപ്റ്റ് ഡ്രിവൻ സ്റ്റോറി. അതിലെ മുഖ്യ കഥാപാത്രം ഒരു സ്ത്രീയാണെന്ന് മാത്രമേ ഉള്ളൂ. അങ്ങനത്തെ സിനിമകൾ ചെയ്യണമെങ്കിൽ ഇതേപോലത്തെ പ്രൊഡ്യൂസേഴ്സ് വേണം. താങ്ക് യു സോ മച്ച്. ആൻഡ് സംഗീത മാം സൈഡ് റിയലി അമേസിംഗ് തിങ്സ്
about the film, about like different reformations that has happened in this. എന്താ നമ്മുടെ ഇന്ത്യയിലാണെങ്കിലും നടന്നിട്ടുണ്ട്. അത് ദാറ്റ്സ് ഓൾ റിലവൻറ്റ് ടു ദ ഫിലിം. അപ്പോൾ കൂടുതലായിട്ട് സിനിമയെ കുറിച്ച് എന്നാന്ന് പറയുന്നത് നിങ്ങൾ കാണുമെന്ന് ഞാൻ വിചാരിക്കുന്നു. കാണണം, കണ്ടിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട എല്ലാവരുടെ അടുത്തും സജസ്റ്റ് ചെയ്യണം. അത്രേ ഉള്ളൂ. താങ്ക് യു സോ മച്ച് ആൻഡ് ഹാപ്പി ഫ്രഷേഴ്സ് ഡേ. വെൽക്കം ടു ദ കോളേജ്. ബൈ ദ വേ, ഞാൻ മറ്റേ അലോട്ട്മെന്റ് +2 അലോട്ട്മെന്റ് സമയത്ത് ഞാൻ ഈ കോളേജിൽ കയറാൻ കുറേ ശ്രമിച്ചതാണ്. അഡ്മിഷൻ കിട്ടിയില്ല, വലിയ പഠിപ്പിച്ചിട്ടുണ്ടായിരുന്നു. So I missed that opportunity, but it's okay. I'm glad I'm here today. Thank you. In different languages and genres, പല ലാംഗ്വേജസിലും ജോണേഴ്സിലും വർക്ക് ചെയ്തിട്ടുണ്ട്. സോ ഈ മൂവീസിലൊക്കെ വെച്ച് മാമിനെ ഏറ്റവും പേഴ്സണലി റിലേറ്റ് ചെയ്യാൻ പറ്റുന്നതും മാമിന്റെ ക്യാരക്ടറായിട്ട് റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു ക്യാരക്ടർ ഏതായിരിക്കും? പേഴ്സണലി അങ്ങനെ പെർട്ടിക്കുലർലി ഒരു ക്യാരക്ടർ അല്ല, ചെയ്ത എല്ലാ കഥാപാത്രത്തിനും ദർ ബി തിങ്സ് ദാറ്റ് ഐ ക്യാൻ റിലേറ്റ് ടു മൈ സെൽഫ്. പിന്നെ ഞാൻ ആ കഥാപാത്രത്തിൽ നിന്ന് പഠിച്ച പല കാര്യങ്ങളും ഉണ്ടാവും. ആൻഡ് ഇപ്പോൾ പർദ്ദ എന്ന് പറഞ്ഞ സിനിമയിൽ എൻ്റെ സ്വഭാവമായിട്ട് ബന്ധമില്ലെങ്കിൽ പോലും ഞാൻ പർദ്ദയിൽ സുബ്ബു എന്ന് പറഞ്ഞ കഥാപാത്രത്തിൽ നിന്ന് പഠിച്ച കുറേ കാര്യങ്ങളുണ്ട്. അത് എൻ്റെ ലൈഫിൽ ഞാൻ അതെടുത്ത് പല ഉപയോഗിക്കേണ്ട സാഹചര്യങ്ങൾ ഉപയോഗിക്കുന്നതായിരിക്കും. സോ ദാറ്റ് ഈസ് വാട്ട് ഇറ്റ് ഈസ്. ആളെ കാണുന്നില്ലല്ലോ, അവിടെ ഉണ്ടല്ലോ. ഓക്കെ, എന്റെ കോളേജ് എക്സ്പീരിയൻസ് ആണ്. ഞാൻ ലേഡി ശ്രീറാം ഡൽഹിയിൽ ഞാൻ കണക്കാണ് പഠിച്ചത്. BA മാത്സാ പഠിച്ചത്. ഇപ്പൊ ഞാൻ കോളേജിൽ എന്റെ കോളേജ് ഭയങ്കര മറ്റേ ആർട്സ് ഒക്കെ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിരുന്നു. ആൻഡ് വിച്ച് വാസ് എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള കാര്യം തന്നെ അതിൽ അക്കാഡമിക്സിന്റെ കൂടെ അതിന് തന്നെ ഇമ്പോർട്ടൻസ് ആയിരുന്നു അതർ ആക്ടിവിറ്റീസ്. അപ്പോൾ എനിക്ക് പറ്റിയൊരു കോളേജ്. അപ്പം എനിക്ക് അറിയില്ലായിരുന്നു ആ സമയത്ത് എനിക്ക് അഭിനയിക്കാൻ ഇഷ്ടമുണ്ടെന്നോ. അപ്പൊ ആ സമയത്ത് മ്യൂസിക്കിലായിരുന്നു, കുറെ മ്യൂസിക് സൊസൈറ്റീസിലൊക്കെ ആയിരുന്നു. ബട്ട് ഏറ്റവും കൂടുതൽ ഫ്രീ ആയിട്ട് ഐ തിങ്ക് ദർ സംതിങ് അബൌട്ട് ബീങ് പാർട്ട് ഓഫ് എ ഗേൾസ് കോളേജ് വേർ ഇറ്റ്സ് ജസ്റ്റ് വെരി എന്താ പറയുക മൈ മോസ്റ്റ് ഒത്തന്റിക് സെൽഫ് കണ്ടുപിടിക്കാൻ പറ്റിയ ഒരു സ്പേസ് ആയിരുന്നു. അപ്പൊ എൻ്റെ എല്ലാ ഫാസറ്റ്സ് ഓഫ് മീ ഐ തിങ്ക് ഐ ഗോട്ട് ടു എക്സ്പ്ലോർ ഇൻ മൈ കോളേജ്. എൻ്റെ അപ്പം ഉണ്ടാക്കിയ ഫ്രണ്ട്സ് ആണ് ഇന്നും മൈ ക്ലോസസ്റ്റ് ഫ്രണ്ട്സ്. ഇപ്പോഴും ഞാൻ ഡൽഹിയിൽ ഇടയ്ക്കിടയ്ക്ക് പോകും അവിടേക്ക്. ഇപ്പോൾ ഐ വാസ് ദേർ യെസ്റ്റർഡേ, ഡേ ബിഫോർ യെസ്റ്റർഡേ അവിടെ. എൻ്റെ ഫിലിമില് മൈക്ക് കേൾക്കുന്നുണ്ടോ? എനിക്ക് സിനിമയൊക്കെ ചെയ്യുന്നതിന് മുമ്പ് തന്നെ സ്മിത പാട്ടിൽ എന്ന് പറഞ്ഞ ആക്ടറിനെ ഭയങ്കര ഇഷ്ടമായിരുന്നു. അവരെന്താ പറയാ, എല്ലാരും ചെയ്യുന്ന പോലെ അല്ലല്ലോ ഇവരെന്തോ ചെയ്യുന്നതെന്നൊക്കെ അന്ന് തോന്നിയിരുന്നു. പിന്നെ എനിക്കിപ്പോ സിനിമയൊക്കെ ചെയ്ത് തുടങ്ങിയിട്ടാണ് അങ്ങനത്തെ ആക്ടേഴ്സിനോടൊക്കെയാണ് എനിക്ക് ഭയങ്കര താല്പര്യവും. അവരുടെ വർക്ക് കാണാം. ഇപ്പൊ ഉള്ള ആക്ടേഴ്സ് തിലോത്തമ, കനി, ഇവരെയൊക്കെ എൻ്റെ ഫ്രണ്ട്സും ആണ്. ബട്ട് ദേ ഇൻസ്പയർ മീ എ ലോട്ട്. അവർ ഇങ്ങനെ ഒരു വേൾഡിൽ ദേ ഫൈൻഡിങ് ദെയർ ഓൺ വോയിസ്. അപ്പോൾ അവരൊക്കെ എൻ്റെ ഇൻസ്പിറേഷൻ. താങ്ക് യു. മറക്കാനാവാത്ത അനുഭവം എന്ന് പറയുന്നത് പ്രേമത്തിൽ എന്നെ സെലക്ട് ചെയ്ത് തന്നെയാണ്. ആണോ? അടിപൊളി 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 കോളേജ്. ആക്ച്വലി എനിക്ക് ഫീമെയിൽ ഫ്രണ്ട്സ് കുറവാണ്. ഞാൻ പഠിച്ചത് CMS കോളേജിലാണ്. നമുക്ക് ഉറപ്പായിട്ടും ഫ്രണ്ട്സ് ആവാം. ദർശനം ഇവിടെ ഇരുന്ന് പറയുമ്പോൾ എനിക്ക് കുറച്ച് കുശുമ്പ് തോന്നായിരുന്നു. ഇവിടുത്തെ വൈബൊക്കെ കണ്ടപ്പോ ഇത്ര വൈബായിരുന്നു വുമൻസ് കോളേജ് എനിക്ക് അറിയില്ലായിരുന്നു. എന്റെ കോളേജ് എക്സ്പീരിയൻസോ, ഞാൻ ഫസ്റ്റ് ഇയർ BA കമ്മ്യൂണിക്കേറ്റീവ് ഇംഗ്ലീഷ് പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് എൻ്റെ കോളേജിൽ ഒരു ഫ്രണ്ട് എന്നോട് പറയുന്നത് പ്രേമം എന്ന് പറഞ്ഞൊരു സിനിമയുണ്ട്, കാസ്റ്റിംഗ് കോൾ വന്നിട്ടുണ്ട്, നിവിൻ പോളി അങ്ങനത്തെ ഒരു കാസ്റ്റിംഗ് കോൾ ഇട്ടിട്ടുണ്ട്, നിനക്ക് ഫോട്ടോ സെൻഡ് ചെയ്തുകൂടെ എന്ന് ചോദിക്കുന്നതും. എൻ്റെ അന്ന് ഫോണില്ല, കാരണം എൻ്റെ കോളേജ് ഹോസ്റ്റലിൽ ഫോണൊക്കെ മാം പൂട്ടി വെക്കും കബോർഡിൽ. എല്ലാ ദിവസവും 5 മിനിറ്റ് മാത്രമേ തരുള്ളൂ. സോ ഞാൻ പറഞ്ഞു എന്നെ കൊണ്ടത് പറ്റില്ല എന്ന് പറഞ്ഞു. ദെൻ അവള് കാൻഡിഡേറ്റ് എടുത്ത കുറച്ച് പിക്ചേഴ്സ് അവള് സെൻഡ് ചെയ്ത് കൊടുത്തിട്ടാണ് എന്നെ പ്രേമത്തിന്റെ ഓഡിഷന് വിളിക്കുന്നത്. അങ്ങനെ വിളിച്ച് ഞാൻ സിനിമയിൽ കയറി. അതായത് ഫസ്റ്റ് ഇയർ കംപ്ലീറ്റ് ചെയ്തു. സെക്കൻഡ് ഇയർ മിഡ് വേ ആയി കഴിഞ്ഞപ്പോൾ എനിക്ക് അറ്റൻഡൻസ് ഇല്ല.
എന്നോട് പ്രിൻസിപ്പൾ ചോദിച്ചു അറ്റൻഡൻസ് ഇല്ല എങ്ങനെ എക്സാം എഴുതാൻ ചോദിച്ചു. ഐ ഡോണ്ട് നോ. പക്ഷെ ഞാൻ അപ്പോഴേക്കും ഓൾറെഡി 3 ഫിലിംസ് കമ്മിറ്റ് ചെയ്തായിരുന്നു. അപ്പോൾ കോളേജിൽ അത് വലിയൊരു ടോക്കായി മാറി. എനിക്ക് അറ്റൻഡൻസ് ഇല്ലാതെ ഞാൻ എന്നെ എക്സാം എഴുതിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞു. Then I had to come out of the college. Thank you, ma'am. Thank you. Sure. 100%. Yes. If you could describe your character in this film with 3 words, what would it be? She is innocent, she is intelligent, and she is inspiring. I think that's the 3 things that I love about her. Can you share your experience while shooting this film? ഇത് വളരെ ഡിഫറെന്റ് ആയിട്ടുള്ള ഒരു ക്യാരക്ടറാണ്. ഇപ്പൊ നിങ്ങൾ സിനിമ ഈ ട്രെയിലർ കണ്ടിട്ടുണ്ടെങ്കിൽ മനസ്സിലാവും ഈ കുട്ടി പറതായിട്ട് നടക്കുന്ന ഒരു കുട്ടിയാണ്. അപ്പോൾ ജനറലി നമ്മൾ അഭിനയിക്കുന്ന സമയത്തൊക്കെ നമ്മൾ കണ്ണുകൊണ്ടല്ലേ അഭിനയിക്കാൻ ശ്രമിക്കാം. പക്ഷെ ഇതിൽ എനിക്ക് കണ്ടില്ല, അത് വായുടെ താഴെ അഭിനയിക്കാൻ പറ്റുള്ളായിരുന്നു മേജർ സീൻസ്. പക്ഷേ ഇറ്റ് വാസ് വെരി ട്രിക്കി ടു ഡു ദാറ്റ്. കാരണം നമുക്കറിയാമല്ലോ നമ്മൾ എത്രത്തോളം എന്ന് വിചാരിച്ചിട്ട് എക്സ്പ്രസ് ചെയ്യുക. സോ അതിന് ഈ പർദ്ദ വെച്ചിട്ട് അതിനെ ലൈറ്റ് ചെയ്യാനും അതെങ്ങനെ ക്യാരക്ടറിനെ എക്സിക്യൂട്ട് ചെയ്യണം എന്നുള്ളത് ഭയങ്കര ചാലഞ്ചിങ് ആയിട്ടുള്ള ഒരു കാര്യമായിരുന്നു. എനിക്ക് മാത്രമല്ല, ഇപ്പോൾ ദ ഡയറക്ടർ, പിന്നെ ഞങ്ങളുടെ DOP ആണെങ്കിലും അതെങ്ങനെ അത് ലൈറ്റ് ചെയ്യും, എങ്ങനെ ഓഡിയൻസിനെ കൺവിൻസ് ചെയ്യും, ദാറ്റ് അനുപമ അങ്ങനെയാണ് അതിനുള്ളിൽ ഇരിക്കുന്നത് എന്നുള്ളത് വലിയൊരു ടാസ്ക് ആയിരുന്നു. സോ ദാറ്റ് ഈസ് ദ മോസ്റ്റ് ചാലഞ്ചിങ് പാർട്ട് എന്ന് പറയാമെങ്കിൽ. ആൻഡ് ഇങ്ങനെ നമ്മുടെ മേലൊരു ട്രസ്റ്റ് ഉണ്ടല്ലോ. ഇപ്പൊ ഇങ്ങനത്തെ ഒരു സിനിമ, ഇറ്റ്സ് നോട്ട് എ സ്മോൾ ഫിലിം, ഇറ്റ്സ് എ ബിഗ് ഫിലിം. അത് സിനിമ കാണുമ്പോൾ മനസ്സിലാവും. കുറേ കാര്യങ്ങളെ കുറിച്ച് സംസാരിക്കുന്ന ഒരു വലിയ സിനിമയാണ് ഇത്. അപ്പോൾ അങ്ങനത്തെ ഒരു സിനിമ നമ്മളെ വിശ്വസിച്ച് ഇങ്ങനെ ഒരു ഡയറക്ടറും പ്രൊഡ്യൂസറും ഇത് വലിയൊരു കാര്യമാണ്. അപ്പോൾ ഐ വാസ് ഫീലിംഗ് വെരി ഗ്രേറ്റ്ഫുൾ ആൻഡ് ഐ വാസ് ലൈക്ക് എക്സൈറ്റഡ് ടു ഷൂട്ട് ദിസ് ഫിലിം. അതിനിപ്പോൾ റിലീസ് ഐ എം ഈവൻ മോർ എക്സൈറ്റഡ് ഫോർ യു ഓൾ ടു വാച്ച്. So, was there any particular moment or dialogue that stayed with you even after the shooting? സത്യം കേൾക്കുന്നുണ്ടോ? സത്യം പറഞ്ഞാൽ എന്നോട് ഈ സിനിമയിൽ ഏത് ഡയലോഗ് എന്നെ ഉറക്കത്തിൽ നിന്ന് വിളിച്ചാലും എനിക്ക് പറയാൻ പറ്റും. അങ്ങനെ പഠിച്ചിട്ടാണ് ഞാൻ പോയത്. ബിക്കോസ് എനിക്ക് ഈ പടത്തിൽ ഇപ്പോൾ നിങ്ങൾ ട്രെയിലറിൽ കണ്ടിട്ടുണ്ടാവും, കുറെ വണ്ടി ഓടിക്കുന്നത് മുഴുവൻ പടത്തിൽ ഞാനാണ്. ഇവര് രണ്ടുപേരും ഒരു സ്ഥലത്തേക്ക് കൊണ്ടുവന്നത് ഞാനാണ്. ആൻഡ് ഈ പടത്തിന് വിളിക്കുമ്പോൾ ഞാൻ വണ്ടി ഓടിക്കാറില്ല. അപ്പോൾ ഐ ഹാഡ് മൈ ലൈസൻസ്, പക്ഷെ ഞാൻ വണ്ടി ഓടിച്ച് നടക്കുന്ന ഒരാളായിരുന്നില്ല. സോ ഐ ലേൺ ടു ഡ്രൈവ്. ഓൾസോ ബിക്കോസ് ഇനി അത് ഈ ഡ്രൈവ് ചെയ്തുകൊണ്ട് മലപ്പുറത്ത് ഡ്രൈവ് ചെയ്തുകൊണ്ട് ഐ ഹാഡ് ടു സേവ് മൈ തെലുഗു ലൈൻസ്. അപ്പൊ ഞാൻ രാവിലെ ഐ തിങ്ക് ഫോർ അബൌട്ട് സ്ക്രിപ്റ്റ് കിട്ടിയ ദിവസം തൊട്ട് ഐ വാസ് മറ്റേ ജപിക്കുന്ന പോലെ രാവിലെ തൊട്ട് ഈ ലൈൻസ് പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. സോ മറ്റേ ഞാൻ കാരണം ഡിലേ ഉണ്ടാവരുത്, അല്ലെങ്കിൽ എനിക്കിപ്പോ എന്റെ കോ ആക്ടർ എന്നോട് എന്തെങ്കിലും പറയുമ്പോൾ അവരെന്താ പറയുന്നതെന്ന് എനിക്ക് മനസ്സിലാവും. ആ ലെവൽ വരെ. സോ ടെക്നിക്കലി ഐ ഹാഡ് ടു ലേൺ ദെയർ ലൈൻസ് ഓൾസോ, എന്റെ ലൈൻസ് മാത്രമല്ല. അപ്പോൾ ഐ ഹാഡ് ടു സോർട്ട് ഓഫ് ലേൺ ദ ഹോൾ സ്ക്രിപ്റ്റ്. ഞാനുള്ള സീൻസ് മുഴുവൻ ഞാൻ ഓൾമോസ്റ്റ് ലൈക്ക് മൾട്ടിപ്പിൾ ടൈംസ് പഠിച്ചിട്ടാണ്. ആൻഡ് കോളേജിലൊക്കെ പഠിക്കുമ്പോൾ 2 പ്രാവശ്യം വായിച്ചാൽ തലയിൽ കയറും. ഇപ്പൊ അങ്ങനെയല്ല, അവർ കുറേ കാലം ഇരുന്ന് വായിച്ചിട്ടാണ് തലയിൽ കയറിയത്. ബട്ട് ടു ആൻസർ യുവർ ക്വസ്റ്റ്യൻ, ഐ നോ പ്രിറ്റി മച്ച് ഓൾ ദ ലൈൻസ്. You should speak Telugu now. Like it'll be nice. അടിപൊളിയായിട്ട് പഠിച്ച ആളാണ്. Just say some nice dialogue, no? ഒരു സീനില് ഒരു 2 പേജ് എങ്ങാണ്ട് എന്തോ ഡയലോഗ്സ് ഉണ്ടായിരുന്നു. ആ ഡയലോഗ് ഞാൻ പഠിച്ച് പ്രാന്ത് പിടിച്ചു, അത്രയും പഠിച്ചു. ബട്ട് അല്ല, മറ്റേ പഠിക്കലൊക്കെ ഒഴിവാക്കി സിനിമയിൽ കയറാൻ വിചാരിച്ചിട്ട് എന്ത് ഇമ്പോസിഷൻ പോലെ ഇരുന്ന് പഠിക്കേണ്ട അവസ്ഥയാണ് എവരി സിംഗിൾ ഡേ. പരിചയമില്ലാത്ത സൗണ്ട്, പരിചയമില്ലാത്ത ചില സൗണ്ടുകളൊക്കെ കേൾക്കുമ്പം എനിക്ക് ശരിക്കും ഉറക്കത്തിൽ നിന്ന് വെറുതെ എണീക്കുമ്പോൾ ഇറ്റ് യൂസ് ടു കം ടു മീ. ഐ റിമെമ്പർ ഐ കെപ്റ്റ് സേയിങ് ദുബക്കുനി പോത്താട്. ഇടയ്ക്കിടയ്ക്ക് ഐ യൂസ് ടു കീപ് സേയിങ് ദിസ് ഫ്യൂ വേർഡ്സ്. ഭയങ്കര ഡിഫിക്കൽട്ട് ആയിട്ടുള്ളത് നമ്മളിങ്ങനെ ഓർത്തുകൊണ്ടിരിക്കുന്ന പോലെ. ബട്ട് യാ, ദാറ്റ്സ് മൈ എക്സ്പീരിയൻസ് വിത്ത് ദിസ് ഫിലിം. പക്ഷേ ഇറ്റ് വാസ് റിയലി എന്താ പറയുക, ഭയങ്കര ചാലഞ്ചിങ് ആസ് എൻ ആക്ടർ ഫോർ മീ ടു തിങ്ക് ഓഫ് ഓൾ ഓഫ് ദീസ് തിങ്സ് ബട്ട് ഓൾസോ ബി പ്രസന്റ്. അപ്പോൾ എനിക്ക് ഭയങ്കര എൻജോയ് ചെയ്തൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. Can you share your experience with co-actors and directors? So Praveen, I say this in English because Praveen is incredible to work with. Praveen
he's very collaborative. അപ്പോൾ നമ്മൾ എന്തെങ്കിലും എഴുതി വെച്ചിട്ടുണ്ടെങ്കിൽ he'll ask us what we thought. He'll ask us നമ്മൾ ഈ ലൈൻ പറയുമ്പോൾ ഇങ്ങനെ പറയാൻ തോന്നുന്നുണ്ടോ, അത് വരുന്നുണ്ടോ. അപ്പോൾ he trusts the character or like us, the actor a lot, which was very empowering for us. പിന്നെ with like there were multiple points that ഞങ്ങളിപ്പോൾ disagree ചെയ്യുന്ന പല സ്ഥലത്തും we all had the space to fight. We all had the space to say no, that doesn't work for me. അതെനിക്ക് ശരിയാവുന്നില്ല, അത് അങ്ങനെയല്ല എന്ന് പറയാനുള്ളൊരു സ്പേസ്, ഒരുമിച്ചൊരു സൊല്യൂഷൻ കണ്ടുപിടിക്കാൻ പറ്റുന്ന ഒരു ഡയറക്ടറായിരുന്നു, which was great. With my co-actors it was fabulous. എനിക്ക് മറ്റേ കുറേ സിനിമകളിൽ നമുക്ക് ഫീമെയിൽ ഫ്രണ്ട്ഷിപ്സ് അത്രയും എക്സ്പ്ലോർ ചെയ്യാൻ പറ്റാറില്ല മോസ്റ്റ്ലി. അപ്പൊ എന്നോട് ഇപ്പൊ ആരുടെ കൂടെ അഭിനയിക്കണം എന്നൊക്കെ ചോദിക്കുമ്പോൾ എനിക്ക് കുറേ വിമൻ are there on my list, but I never get to do that because നമുക്കൊരു ലീഡ് ആക്ടർ എന്നല്ലാതെ മൾട്ടിപ്പിൾ വിമൻ എഴുതുന്നേ ഇല്ല. അപ്പൊ നമുക്ക് you don't get to work with other women. But with this film, I think one of my first reasons was the fact that I get to work with both of them, and they were incredible. അപ്പോൾ ഇവരുടെ ജീവൻ എൻ്റെ കയ്യിലായിരുന്നു, എന്നാലും ഇവരെന്നെ ട്രസ്റ്റ് ചെയ്തു. They were, I mean, with both of them also speak Telugu, so they were helping me through the whole film. We had our own, എല്ലാവർക്കും ഭയങ്കര ഡിഫിക്കൽട്ട് ഷൂട്ടായിരുന്നു in the sense of terrain and travel ചെയ്യുന്നു. അപ്പോൾ എല്ലാവർക്കും പനി, അസുഖങ്ങൾ എല്ലാം ഉണ്ടായിരുന്നു. So it felt like ഒരു മാസം 1.5 മാസത്തിനുള്ളിൽ പെട്ടെന്ന് we saw best and worst. So we got really close to the process of that shoot. അപ്പോൾ it was an incredible experience with Anupama and Sangeeta. But yeah, I had a great time. Thank you, ma'am. Thank you. So happy I got to talk with you. Very happy to talk to you. ദർശൻ ആദ്യം പാടും, ദർശനാണ് വലിയ പാട്ടുകൾ. ഓക്കെ. ഇതില് ഒരു ടീസർ പോലെ ഇറങ്ങിയപ്പോൾ വി പുട്ട് ഔട്ട് വൺ ലിറ്റിൽ സോങ്, ഷൂട്ടിന്റെ ഇടയിൽ പാടിയതാ, വെറുതെ പാടിയതാ, ബട്ട് ഇറ്റ്സ് വൺ ഓഫ് മൈ ഫേവറേറ്റ് സോങ്സ്. അത് പാടാം. आंचल के तुझे मैं लेके चलूं एक ऐसे गगन के तले, जहाँ गम भी न हो आंसू भी न हो, बस प्यार ही प्यार पले, एक ऐसे गगन के तले. ഈശ്വര, എനിക്ക് ടെൻഷനായിപ്പോ. ഞാൻ ഏത് പാട്ടാ പാടാന്ന് എനിക്ക് അറിയില്ല. ഏത് പാട്ട്? മോനെ പ്രേമിത്ര പാട്ടോ? ഒത്തിരി കാലം ഞാൻ ആ പാട്ട് പാടിയിട്ട്. ആലുവ പുഴയുടെ തീരത്ത് ആരോരുമില്ലാ നേരത്ത് തന്നരം തെന്നി തെന്നി തേടി വന്നൊരു മാറിക്കാറ്റ്. Thank you. It was so weird and cute at the same time. Dira dira